യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മഹനായും ലോഗോസ് ബൈബിൾ ക്വിസ് 2026 യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചോദ്യം 1. യോഹന്നാൻ 10-ാം അധ്യായത്തിലെ ആദ്യ ഉപമ ഏതാണ്? ഓപ്ഷൻസ് എ നല്ലയിടയൻ്റെ ഉപമ, ബി ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ, സി കടുകുമണിയുടെ ഉപമ. ഉത്തരം ഓപ്ഷൻ ബി ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ. ചോദ്യം 2. ആരാണ് കള്ളനും കവർച്ചക്കാരനും? ഓപ്ഷൻസ് എ ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്നവൻ, ബി ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ, സി ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ കടക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ ബി ആട്ടിൻ തൊഴുത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ. ചോദ്യം 3. വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആരാണ്? ഓപ്ഷൻസ് എ ആടുകളുടെ ഇടയൻ, ബി നല്ല ഇടയൻ, സി ആടുകളുടെ ഉടമസ്ഥൻ. ഉത്തരം ഓപ്ഷൻ എ ആടുകളുടെ ഇടയൻ. 4-ാമത്തെ ചോദ്യം. കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻസ് എ ആടുകളുടെ ഉടമസ്ഥന്, ബി ഇടയന്, സി ആടുകളുടെ ഇടയന്. ഉത്തരം ഓപ്ഷൻ സി ആടുകളുടെ ഇടയന്. ചോദ്യം 5. ആരാണ് തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നത്? ഓപ്ഷൻസ് എ കാവൽക്കാരൻ, ബി ആടുകളുടെ ഉടമസ്ഥൻ, സി ആടുകളുടെ ഇടയൻ. ഉത്തരം ഓപ്ഷൻ സി ആടുകളുടെ ഇടയൻ. ചോദ്യം 6. എന്തുകൊണ്ടാണ് ആടുകൾ ഇടയനെ അനുഗമിക്കുന്നത്? ഓപ്ഷൻസ് എ തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നതിനാൽ, ബി അവ അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട്, സി അവൻ ആടുകളുടെ ഇടയനായതിനാൽ. ഉത്തരം ഓപ്ഷൻ സി അവ അവൻ്റെ സ്വരം തിരിച്ചറിയുന്നതുകൊണ്ട്. ചോദ്യം 7. ആടുകൾ ആരെയാണ് അനുഗമിക്കാത്തത്? ഓപ്ഷൻസ് എ അന്യരെ, ബി അപരിചിതരെ, സി അപരിചിതനെ. ഉത്തരം ഓപ്ഷൻ സി അപരിചിതനെ. അപരിചിതനെ അനുഗമിക്കുന്നില്ല. ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ യേശു എവിടെ വെച്ച് ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ യഹൂദരോട് ജെറുസലേമിൽ വെച്ച്, ബി ഫരിസേയരോട് ദേവാലയത്തിൽ വെച്ച്, സി ഫരിസേയരോട് ജെറുസലേമിൽ വെച്ച്. ഉത്തരം ഓപ്ഷൻ സി ഫരിസേയരോട് ജെറുസലേമിൽ വെച്ച്. യോഹന്നാൻ 10:7 യേശു താൻ ആരാണെന്നാണ് പറയുന്നത്? ഓപ്ഷൻസ് എ നല്ല ഇടയൻ, ബി ആടുകളുടെ വാതിൽ, സി മനുഷ്യപുത്രൻ. ഉത്തരം ഓപ്ഷൻ ബി ആടുകളുടെ വാതിൽ. ചോദ്യം 10. യേശുവിന് മുമ്പേ വന്നവരെല്ലാം ആരായിരുന്നു? ഓപ്ഷൻസ് എ കള്ളന്മാരും കവർച്ചക്കാരും, ബി വ്യാജ ഇടയന്മാർ, സി കള്ളന്മാർ. ഉത്തരം ഓപ്ഷൻ എ കള്ളന്മാരും കവർച്ചക്കാരും. ചോദ്യം 11. യോഹന്നാൻ 10:9 പ്രകാരം പൂരിപ്പിക്കുക. ഞാനാണ് ഡാഷ്, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ ഡാഷ്. ഓപ്ഷൻസ് എ ആടുകളുടെ വാതിൽ, രക്ഷ പ്രാപിക്കും, ബി നല്ലിടയൻ, രക്ഷിക്കപ്പെടും, സി വാതിൽ, രക്ഷ പ്രാപിക്കും. ഉത്തരം ഓപ്ഷൻ സി വാതിൽ, രക്ഷ പ്രാപിക്കും. അടുത്ത ചോദ്യം. ആരാണ് അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യുന്നത്? ഓപ്ഷൻസ് എ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ, ബി രക്ഷ പ്രാപിക്കുന്നവൻ, സി യേശുവിലൂടെ പ്രവേശിക്കുന്നവൻ. ഉത്തരം ഓപ്ഷൻ സി യേശുവിലൂടെ പ്രവേശിക്കുന്നവൻ. ചോദ്യം 13. യോഹന്നാൻ 10:11 താൻ ആരാണെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ് എ നല്ല ഇടയൻ, ബി ആടുകളുടെ വാതിൽ, സി ജീവന്റെ അപ്പം. ഉത്തരം ഓപ്ഷൻ എ നല്ല ഇടയൻ. ചോദ്യം 14. ആരാണ് ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത്? ഓപ്ഷൻസ് എ ആടുകളുടെ ഉടമസ്ഥൻ, ബി നല്ല ഇടയൻ, സി ആടുകളുടെ ഇടയൻ. ഉത്തരം ഓപ്ഷൻ ബി നല്ല ഇടയൻ. ചോദ്യം 15. ചെന്നായി വരുന്നത് കാണുമ്പോൾ കൂലിക്കാരൻ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ഓടിപ്പോകുന്നു, ബി ആടുകളെ ഉപേക്ഷിച്ചു പോകുന്നു, സി ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ഉത്തരം ഓപ്ഷൻ സി ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചോദ്യം 16. എന്തുകൊണ്ടാണ് കൂലിക്കാരൻ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നത്? ഓപ്ഷൻസ് എ അവൻ കൂലിക്കാരനായതുകൊണ്ട്, ബി ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ട്, സി അവൻ കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടും. ഉത്തരം ഓപ്ഷൻ സി അവൻ കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടും. ചോദ്യം 17. യോഹന്നാൻ 10:14 ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞതിന് ശേഷം യേശു എന്താണ് പറയുന്നത്? ഓപ്ഷൻസ് എ പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു.
ബി ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. സി നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ചോദ്യം 18. അവ എൻ്റെ സ്വരം ശ്രവിക്കും. ആരാണവ? ഓപ്ഷൻസ് എ. ആടുകൾ, ബി. എൻ്റെ ആടുകൾ, സി. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകൾ. ഉത്തരം ഓപ്ഷൻ സി. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകൾ. ചോദ്യം 19. യോഹന്നാൻ 10:17 പ്രകാരം എന്തുകൊണ്ടാണ് പിതാവ് യേശുവിനെ സ്നേഹിക്കുന്നത്? ഓപ്ഷൻസ് എ. പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതുകൊണ്ട്, ബി. യേശു ജീവൻ അർപ്പിക്കുന്നതിനാൽ, സി. തിരിച്ചെടുക്കുന്നതിനു വേണ്ടി യേശു ജീവൻ അർപ്പിക്കുന്നതിനാൽ. ഉത്തരം ഓപ്ഷൻ സി. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി യേശു ജീവൻ അർപ്പിക്കുന്നതിനാൽ. ചോദ്യം 20. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി യേശു എങ്ങനെയാണ് ജീവൻ സമർപ്പിക്കുന്നത്? ഓപ്ഷൻസ് എ. സ്വമനസ, ബി. സ്വമേധയ, സി. സ്വന്തം ഇഷ്ടപ്രകാരം. ഉത്തരം ഓപ്ഷൻ എ. സ്വമനസ. ചോദ്യം 21. യോഹന്നാൻ 10:18 അനുസരിച്ച് യേശുവിന് പിതാവിൽ നിന്നുള്ള കൽപ്പനപ്രകാരം ലഭിച്ചതെന്താണ്? ഓപ്ഷൻസ് എ. ജീവൻ സമർപ്പിക്കാനും തിരികെ എടുക്കാനുമുള്ള അധികാരം. ഓപ്ഷൻസ് ബി. വിധിക്കാനുള്ള അധികാരം, സി. പാപമോചനത്തിനുള്ള അധികാരം. ഉത്തരം ഓപ്ഷൻ എ. ജീവൻ സമർപ്പിക്കാനും തിരികെ എടുക്കാനുമുള്ള അധികാരം. ചോദ്യം 22. ഈ വാക്കുകൾ മൂലം ആരുടെ ഇടയിലാണ് വീണ്ടും ഭിന്നതയുണ്ടായത്? ഓപ്ഷൻസ് എ. ആളുകളുടെ ഇടയിൽ, ബി. യഹൂദരുടെ ഇടയിൽ, സി. ജനങ്ങളുടെ ഇടയിൽ. ഉത്തരം ഓപ്ഷൻ ബി. യഹൂദരുടെ ഇടയിൽ. ചോദ്യം 23. അവന് പിശാചുണ്ട്, അവന് ഭ്രാന്താണ്, എന്തിനവൻ പറയുന്നത് കേൾക്കണം എന്നിങ്ങനെ പറഞ്ഞതാരാണ്? ഓപ്ഷൻസ് എ. അവരിൽ വളരെ പേർ, ബി. യഹൂദർ, സി. ആളുകളിൽ ചിലർ. ഉത്തരം ഓപ്ഷൻ എ. അവരിൽ വളരെ പേർ. ചോദ്യം 24. എന്നാൽ ഈ വാക്കുകൾ പിശാച് ബാധിതൻ്റെതല്ല എന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ് എ. അവനിൽ വിശ്വസിച്ച ചില യഹൂദർ, ബി. വളരെ പേർ, സി. മറ്റുള്ളവർ. ഉത്തരം ഓപ്ഷൻ സി. മറ്റുള്ളവർ. ചോദ്യം 25. ആർക്ക് അന്ധരുടെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ എന്നാണ് മറ്റുള്ളവർ ചോദിച്ചത്? ഓപ്ഷൻസ് എ. പിശാചിന്, ബി. പാപിക്ക്, സി. പാപിയായ ഒരുവന്. ഉത്തരം ഓപ്ഷൻസ് എ. പിശാചിന്. ചോദ്യം 26. യോഹന്നാൻ 10:22 പ്രകാരം ജെറുസലേമിൽ ഏത് തിരുനാളായിരുന്നു? ഓപ്ഷൻസ് എ. കൂടാര തിരുനാൾ, ബി. പ്രതിഷ്ഠയുടെ തിരുനാൾ, സി. പെസഹ തിരുനാൾ. ഉത്തരം ഓപ്ഷൻ ബി. പ്രതിഷ്ഠയുടെ തിരുനാൾ. ചോദ്യം 26. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാൾ എപ്പോഴായിരുന്നു? ഓപ്ഷൻസ് എ. പെസഹ കാലത്ത്, ബി. ശീതകാലത്ത്, സി. വേനൽക്കാലത്ത്. ഉത്തരം ഓപ്ഷൻ ബി. ശീതകാലത്ത്. 27. ജെറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളിൽ യേശു എതിലെയാണ് നടന്നത്? ഓപ്ഷൻസ് എ. ദേവാലയത്തിൽ, സോളമന്റെ മണ്ഡപത്തിൽ, ബി. ദേവാലയത്തിലൂടെ, സി. ദേവാലയത്തിന് സമീപത്തുകൂടെ. ഉത്തരം എ. ദേവാലയത്തിൽ, സോളമന്റെ മണ്ഡപത്തിലൂടെ. ചോദ്യം 28. നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുകയെന്ന് യേശുവിനോട് ആര്, എങ്ങനെ, എവിടെ വെച്ചാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ. യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ദേവാലയത്തിൽ വച്ച്, ബി. ഏതാനും ചില യഹൂദർ അവൻ്റെ ചുറ്റും കൂടി സോളമന്റെ മണ്ഡപത്തിൽ വച്ച്, സി. യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ വച്ച്. ഉത്തരം ഓപ്ഷൻ സി. യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ വച്ച്. ചോദ്യം 29. യോഹന്നാൻ 10:25 തനിക്ക് സാക്ഷ്യം നൽകുന്നത് എന്താണെന്നാണ് യേശു യഹൂദരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ബി. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, സി. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ. ചോദ്യം 30. യഹൂദർ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് യോഹന്നാൻ 10:26 പറയുന്നത്? ഓപ്ഷൻസ് എ. അവർ പിതാവിനെ അറിയുന്നില്ല, ബി. അവർ യേശുവിൻ്റെ ആടുകളിൽ പെടുന്നവരല്ല, സി. അവർ യേശുവിൻ്റെ സ്വരം ശ്രവിക്കുന്നില്ല. ഉത്തരം ഓപ്ഷൻ ബി. അവർ യേശുവിൻ്റെ ആടുകളിൽ പെടുന്നവരല്ല. ചോദ്യം 31. ആടുകൾക്ക് നിത്യജീവൻ നൽകുന്നതാരാണ്? ഓപ്ഷൻസ് എ. പിതാവ്, ബി. യേശു, സി. ആത്മാവ്. ഉത്തരം ഓപ്ഷൻ ബി. യേശു. ചോദ്യം 31. ആടുകളെ തൻ്റെ അടുക്കൽ നിന്നും ആരും എന്ത് ചെയ്യുകയില്ല എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ് എ. കൊണ്ടുപോവുകയില്ല, ബി. എടുത്തുകൊണ്ടു പോവുകയില്ല, സി. പിടിച്ചെടുക്കുകയില്ല.
ഉത്തരം ഓപ്ഷൻ സി പിടിച്ചെടുക്കുകയില്ല. യോഹന്നാൻ 10:29 അനുസരിച്ച് പൂരിപ്പിക്കുക. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് ഡാഷ്. ഓപ്ഷൻസ് എ എല്ലാവരെയും കാൾ വലിയവനാണ്, ബി സത്യവാനാണ്, സി അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. ഉത്തരം ഓപ്ഷൻ എ എല്ലാവരെയും കാൾ വലിയവനാണ്. ചോദ്യം 33 പൂരിപ്പിക്കുക. ഡാഷ് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഓപ്ഷൻസ് എ പിതാവിൻ്റെ കയ്യിൽ നിന്ന്, ബി ആലയിൽ നിന്ന്, സി ആട്ടിൻകൂട്ടത്തിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ എ പിതാവിൻ്റെ കയ്യിൽ നിന്ന്. ചോദ്യം 34 എപ്പോഴാണ് യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തത്? ഓപ്ഷൻസ് എ അവൻ ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ, ബി അവൻ സോളമൻ്റെ മണ്ഡപത്തിലൂടെ നടന്നപ്പോൾ, സി ഞാനും പിതാവും ഒന്നാണെന്ന് അവൻ പറഞ്ഞപ്പോൾ. ഉത്തരം ഓപ്ഷൻ സി ഞാനും പിതാവും ഒന്നാണ് എന്നവൻ പറഞ്ഞപ്പോൾ. യേശു പിതാവിൽ നിന്നുള്ള എന്താണ് യഹൂദരെ കാണിച്ചത്? ഓപ്ഷൻസ് എ അനേകം നല്ല പ്രവൃത്തികൾ, ബി അനേകം പ്രവൃത്തികൾ, സി നല്ല പ്രവൃത്തികൾ. ഓപ്ഷൻസ് എ അനേകം നല്ല പ്രവൃത്തികൾ. ചോദ്യം 36 യഹൂദർ എന്തു മൂലമാണ് യേശുവിനെ കല്ലെറിയുന്നത്? ഓപ്ഷൻസ് എ അവൻ്റെ പ്രവൃത്തികൾ മൂലം, ബി ദൈവദൂഷണം മൂലം, സി മനുഷ്യനായിരിക്കെ തന്നെ ദൈവമാക്കിയതിനാൽ. ഉത്തരം ഓപ്ഷൻ ബി ദൈവദൂഷണം മൂലം. ചോദ്യം 37 നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ് എ നിയമത്തിൽ, ബി നിയമഗ്രന്ഥത്തിൽ, സി വിശുദ്ധ ലിഖിതങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ എ നിയമത്തിൽ. നിങ്ങളുടെ നിയമത്തിൽ എന്നാണ് യേശു യഹൂദരോട് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 38 പൂരിപ്പിക്കുക. വിശുദ്ധ ലിഖിതം ഡാഷ്. ഓപ്ഷൻസ് എ നിറവേറ്റപ്പെടുമല്ലോ, ബി നിറവേറാതിരിക്കുകയില്ലല്ലോ, സി നിറവേറുമല്ലോ. ഉത്തരം ഓപ്ഷൻ ബി നിറവേറാതിരിക്കുകയില്ലല്ലോ. വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ. ചോദ്യം 39 ആരെയാണ് അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചത്? ഓപ്ഷൻസ് എ വിശുദ്ധ ലിഖിതം സ്വീകരിച്ചവരെ, ബി ദൈവവചനം സ്വീകരിച്ചവരെ, സി ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ. ഉത്തരം ഓപ്ഷൻ സി ആണ് ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ. ചോദ്യം 40 പിതാവ് എങ്ങനെയാണ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്? ഓപ്ഷൻസ് എ വിശുദ്ധീകരിച്ച്, ബി അഭിഷേകം ചെയ്ത്, സി പവിത്രീകരിച്ച്. ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധീകരിച്ച്. ചോദ്യം 41 എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട എന്നാണ് യേശു അവരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ, ബി ഞാൻ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ, സി ഞാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നില്ലെങ്കിൽ. ഉത്തരം ഓപ്ഷൻ എ ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ. ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. ചോദ്യം 42 എപ്പോഴാണ് പിതാവ് എന്നിലും ഞാൻ പിതാവിലും ആണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്? ഓപ്ഷൻസ് എ അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും യേശു ചെയ്യുന്ന ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുമ്പോൾ, ബി യേശുവിലും യേശു ചെയ്യുന്ന പ്രവൃത്തികളിലും വിശ്വസിക്കുമ്പോൾ, സി യേശുവിൽ വിശ്വസിക്കുമ്പോൾ. ഉത്തരം ഓപ്ഷൻ എ അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും യേശു ചെയ്യുന്ന ആ പ്രവൃത്തികളിൽ വിശ്വസിക്കുമ്പോൾ. ചോദ്യം 43 വീണ്ടും അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ യേശു എന്ത് ചെയ്തു? ഓപ്ഷൻസ് എ അവൻ ആൾക്കൂട്ടത്തിൽ മറഞ്ഞു, ബി അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു, സി അവൻ ജനക്കൂട്ടത്തിൽ മറഞ്ഞു. ഉത്തരം ഓപ്ഷൻ ബി അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ചോദ്യം 44 യഹൂദരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് യേശു എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ് എ ജോർദാൻ അപ്പുറത്തേക്ക്, ബി ഒലിവ് മലയിലേക്ക്, സി ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക്. ഉത്തരം ഓപ്ഷൻ സി ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്തേക്ക്. ചോദ്യം 45 യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല എന്ന് എങ്ങനെയാണ് യേശുവിനോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ ആളുകൾ അവനെ സമീപിച്ച്, ബി വളരെ പേർ അവൻ്റെ അടുത്ത് വന്ന്, സി ജനങ്ങൾ അവൻ്റെ അടുത്ത് വന്ന്. ഉത്തരം ഓപ്ഷൻ സി വളരെ പേർ അവൻ്റെ അടുത്ത് വന്ന്. ചോദ്യം 46 യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല, എന്നാൽ ഈ മനുഷ്യനെ പറ്റി യോഹന്നാൻ പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ് എന്ന് വളരെ പേർ എവിടെ വെച്ചാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്ത് വെച്ച്, ബി ജോർദാനിൽ വെച്ച്, സി ജെറുസലേം ദേവാലയത്തിന് സമീപം വെച്ച്. ഉത്തരം ഓപ്ഷൻ എ ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്ത് വെച്ച്.
അവിടെ വെച്ച് വളരെ പേർ അവനിൽ വിശ്വസിച്ചു. ഇവിടെ വെച്ചാണ് വളരെ പേർ അവനിൽ വിശ്വസിച്ചത്. ഓപ്ഷൻസ് എ ലാസറിന്റെ ഭവനത്തിൽ വെച്ച്, ബി ജോർദാനിൽ വെച്ച്, ഓപ്ഷൻ സി ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്ത് വെച്ച്. ഉത്തരം സി ജോർദാന്റെ മറുകരയിൽ യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലത്ത് വെച്ച്. ചോദ്യം 48. യോഹന്നാൻ 10:11 10:14 യേശു ഒരുപോലെ പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് എ ആടുകൾ ഇടയൻ്റെ സ്വരം ശ്രവിക്കുന്നു, ബി ഞാൻ നല്ല ഇടയനാണ്, സി ഞാനാണ് വാതിൽ. ഉത്തരം ഓപ്ഷൻ ബി ഞാൻ നല്ല ഇടയനാണ്. ചോദ്യം 49. ഇതാണ് കർത്താവിൻ്റെ കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. സങ്കീർത്തനങ്ങൾ 118:20 തുല്യമായ പുതിയ നിയമ വചനഭാഗം ഏതാണ്? ഓപ്ഷൻസ് എ യോഹന്നാൻ 10:11, ബി യോഹന്നാൻ 10:19, സി യോഹന്നാൻ 10:9. ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ 10:9. ചോദ്യം 50. നിങ്ങൾ ദൈവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു എന്നെഴുതപ്പെട്ടിരിക്കുന്ന വചനഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം യോഹന്നാൻ 10:34 സങ്കീർത്തനം 82:6. ഉത്തരം ഒരിക്കൽ കൂടി യോഹന്നാൻ 10:34 സങ്കീർത്തനം 82:6. യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും നന്ദി.